എനിക്ക് വലിയ യൂട്യൂബറൊന്നുമല്ല. എന്നാലും എനിക്ക് 2 പറയണമെന്നുണ്ട്. എവിടെയെങ്കിലും ഇത് പറയണമല്ലോ. അതുകൊണ്ടാണേ. നിങ്ങൾ ഇന്ന് രാവിലെ ഉറക്കമൊഴിച്ചപ്പോഴാണ് ആ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന വിവരം അറിഞ്ഞത്? ഇന്നലെ വൈകിട്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ വരെ ഈ PSCയുടെ തലപ്പത്തിരിക്കണവർ അറിഞ്ഞില്ലേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന കാര്യം? മനുഷ്യൻ രാവിലെ കെട്ടി ഒഴുന്നള്ളി കൂടും കുടുക്കി എടുത്ത് അവിടെ ചെല്ലുമ്പോഴാണ് അറിയണത് PSCയുടെ പരീക്ഷ ക്യാൻസൽ ചെയ്തളഞ്ഞെന്ന്. അല്ലല്ല, ഒരു ദിവസത്തെ മെനക്കേടാണ് കേട്ടോ. ഒരു ദിവസത്തെ മെനക്കേട്. നമ്മൾ ചിലപ്പോൾ ഉറക്കം ഇല്ലാതെയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചും എഴുതിയൊക്കെയാണ് ഓരോരുത്തർ PSC എഴുതാൻ വരണത്. നിങ്ങൾ ഇനിയും നടത്തും, അത് വേറെ കാര്യം. നിങ്ങൾക്ക് കയറ്റമുള്ളവരൊക്കെ തലപ്പത്ത് കയറ്റി ഇരുത്തിയിട്ട് പിന്നെ വെറുതെ ഷോയ്ക്ക് എന്തിനാണ് പരീക്ഷകൾ നടത്തണത്? എന്നാൽ അത് നേരെ ചൊവ്വേ നടത്തും. അതും ഇല്ല. ബാക്കിയുള്ളവരെ മെനക്കെടുത്താനായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കൂടി പൈസ ഉള്ളവർ, ഈ പണം ജീവിക്കാൻ ഗതിയുള്ളവരൊക്കെ ഈ PSC എന്ന് പറഞ്ഞാൽ നടക്കൂല. ഒന്ന് ജീവിതം മെച്ചപ്പെടുത്താനുള്ളവരാണ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ കയറി പറ്റി ജോലി കിട്ടാൻ വേണ്ടി ഇതേന്ന് പറഞ്ഞ് നടക്കുന്നത്. ചിലപ്പം ഒരാഴ്ചത്തേക്ക് കഷ്ടപ്പാടിലൊക്കെയാണ് പരീക്ഷ എഴുതാൻ പോകണം. എന്താ വെച്ചാൽ ഈ കല്യാണം കഴിഞ്ഞുള്ള പെൺപിള്ളേരൊക്കെ അറിയാം. ആരെങ്കിലും കയ്യും കാലും പിടിച്ചിട്ടൊക്കെയാണ് അതാ ഇന്ന ദിവസം പരീക്ഷയുണ്ട്, നിങ്ങളെത്തി എന്നെ അവിടം വരെ കൊണ്ടാക്കൂ. അതാ നിങ്ങൾ അടുത്തൊന്നും തരില്ല, ഏതെങ്കിലും ഗുദാമിലായിരിക്കും സ്കൂള്. അതൊക്കെ കണ്ടുപിടിച്ച് അവിടെ എത്തി എല്ലാം. ഇതിപ്പം പരീക്ഷ ക്യാൻസലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് പോയി. നിങ്ങളിത് ഈ ചോർന്ന് പോവാൻ ഇത് എവിടെയാണ് കൊണ്ട് ഈ സാമാനം താത്ത് വെച്ചേക്കണത്? ഈ ചോരാൻ ഭാഗത്തിന് എവിടെയാണ് കൊണ്ട് താത്ത് വെച്ചേക്കണത്? എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിച്ചു പോണതാണ്. ഈ കൂലിപ്പണിയൊക്കെ പോണ ഭർത്താക്കന്മാരെയും വിളിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോണവരെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അന്നത്തെ ഒരു ദിവസത്തെ ജോലിക്കൂലി മുടങ്ങിയില്ലേ എന്ന് വെച്ചാൽ അന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞു പോണ ആൾക്കാർക്ക് ഇത് മനസ്സിലാവും കാര്യം എന്തോന്നു. ചോദിച്ചു പോണതല്ല, പരീക്ഷ പേപ്പർ ചോർന്നു പോയി. അതും ഇന്ന് കാലത്തെ ഉറക്കം എണീറ്റപ്പോഴാണ് അവിടുത്തെ ഏമ്മമാർ അറിയണം. എൻ്റെ ഭാര്യ വന്ന് പറഞ്ഞാണ്, അയ്യോ നിങ്ങൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോയി കേട്ടോ. അന്നങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത്. നിങ്ങൾ ഇത് ഒന്നൊന്ന് വീണ്ടും നടത്തും. മണ്ടന്മാരെ നമ്മളൊന്ന് എഴുതും. എന്നിട്ട് ഇതാണ്ട് ഇപ്പൊ കുറെ എണ്ണ സെക്രട്ടേറിയറ്ററി കിടന്ന് മണ്ണും വാരി തിന്ന് തറയിൽ കിടന്ന് മെഴുവണ്. അതേ കണക്ക് വന്ന് മെഴുവിയ വേണമെങ്കിൽ 2 പേർക്ക് ജോലി ചെയ്യാനാണ്. പക്ഷെ ബാക്കിയൊക്കെ നമ്മളെ ആൾക്കാരെ കയറ്റുള്ളൂ കേട്ടോ. അതൊക്കെ ഇവിടുത്തെ എല്ലാ മണ്ടന്മാർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെ. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒരു ലിസ്റ്റിൽ പോലും കയറാൻ പറ്റാത്ത ആൾക്കാരുകളുണ്ട്, റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നിട്ടും. ഞാൻ തന്നെ ഇപ്പം 250 രൂപ കൊടുത്ത് 1 മാസത്തെ ക്രാഷ് കോഴ്സ് എടുത്തതാണ്. എൻ്റെ കൊച്ചിനെ ഇട്ടിട്ട് ഞാൻ ഉറക്കമില്ലാതെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഫോൺ നോക്കി കാണുന്നവരൊക്കെ പറയും, ഓ അവളെ ഏത് നേരം ഫോണിൽ തന്നെ, അവളെ ഏത് നേരം ഫോണിൽ കുത്തിയിരിക്കണമെന്ന്. ഞാൻ PSC ആണ് പഠിക്കുന്നത്. എനിക്ക് ഭാര്യ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതെല്ലാം പഠിച്ച് രാവിലെ കെട്ടി ഒരുങ്ങി എൻ്റെ കൂടും കുടുക്കുകയും എൻ്റെ കൊച്ചിനെയും എല്ലാം കെട്ടിയെടുത്ത്, കൊച്ചിന് കൊടുക്കാനുള്ളതും കെട്ടിയെടുത്ത് ഒരു വണ്ടക്കെട്ടുമായിട്ട് PSC പരീക്ഷയ്ക്ക് ചെന്നപ്പം പരീക്ഷ ക്യാൻസലാക്കി കളഞ്ഞു പോലും. അല്ല, ഇതൊക്കെ എവിടത്തെ ഏർപ്പാടുകളാണെന്ന് എനിക്കറിയാൻ വയ്യ. PSC നിർത്താൻ പോണം. എന്തായിരുന്നു വന്നിരുന്ന് എഴുതണത്? എഴുതിയിട്ടൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണത് എവിടെ നിന്നാണെന്ന് പോലും അറിയാൻ വയ്യ. കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ പഠിച്ചതൊന്നും ഇതുവരെ PSCക്ക് ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. നീ എൻ്റെ മാത്രം കുഴപ്പമാണെന്നോ? ഞാൻ മന്ദോറ്റി ആയതുകൊണ്ട് പറയാൻ പറ്റൂല. ഇനി മേലെ ചോരാൻ പാകത്തിന് ഈ സാമാനൊന്നും കൊണ്ട് എങ്ങും വയ്ക്കരുത്. നിങ്ങൾ ചോർന്നു സർട്ടിഫിക്കറ്റുകൾ എന്നെ കരം തീർന്ന രസീത് എടുക്കാൻ നേരത്തേക്കാണ് ഞാൻ കാണുന്നത് തന്നെ. സത്യമാണ്. ആ സർട്ടിഫിക്കറ്റുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാക്കട്ടെ പറഞ്ഞാണ് PSC എന്ന് പറഞ്ഞ് 4-5 ശതമാനം പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ രാവിലെ കെട്ടി ഒരുങ്ങി ഓരോരുത്തരെ മെനക്കെടുത്തി വരണത്. എന്നുവെച്ചാൽ 1 മാസം മുമ്പേയുള്ള പ്ലാനിങ് ആയിരിക്കും. ചേട്ടാ ശനിയാഴ്ച PSC ആണ്, നിങ്ങളവിടെ ജോലിക്ക് വരൂല, വണ്ടി ഓടിക്കാൻ വേറെ ആളെ തിരക്കിക്കൊള്ളാൻ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് ആയിട്ടൊക്കെയാണ് നമ്മൾ ഓരോ പരീക്ഷയ്ക്ക് ഇറങ്ങണത്. കാരണം നമുക്ക് അങ്ങനെ പറ്റൂ. അങ്ങനെ കെട്ടി ഒരുങ്ങി ഒരു ദിവസം 1000 രൂപയും കളഞ്ഞിട്ട് PSC എന്ന് പറഞ്ഞ് വന്നപ്പോൾ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു പൊട്ടു ജോലി കിട്ടണമെങ്കിൽ അതാണ് അങ്ങനെ വിചാരിക്കണം, രക്ഷപ്പെടാമല്ലോ. അപ്പോൾ വന്നപ്പോൾ അതാ അടക്കണം. ചോർന്നു പോയെന്ന് പേര്, ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോയെന്ന്. ചോരാൻ ഭാഗത്തിനാണ് കൊട്ടയിൽ കൊണ്ട് വെച്ചേക്കണേന്ന് തോന്നുന്നു. ചോരാൻ ഭാഗത്തിന് ചോർന്നു പോയത്രേ, ചോർന്ന്.